ഇപ്പോൾ ഒരു യാത്രക്കാരൻ ഹൈദരലി നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം. ഹൈദരലി, എന്താണ് സംഭവിച്ചത് അവിടെ? 12:15 പുറപ്പെടേണ്ടിയിരുന്ന വിമാനമാണ് ഒരു അറിയിപ്പും കൂടാതെ റീഷെഡ്യൂൾ ചെയ്തതല്ലേ? തീർച്ചയായിട്ടും അതെ. 12:15 ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിരുന്നു. വൈകിട്ട് ഒരു 7 മണിയോടുകൂടി ഫ്ലൈറ്റ് ഷെഡ്യൂൾ ചെയ്തു എന്ന് പറഞ്ഞ് നമുക്ക് മെയിൽ വരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളിവിടെ എത്തിയവർ, ഞാൻ കൊച്ചിയിൽ നിന്ന് തന്നെയാണ്, ട്രിവാൻഡ്രം ഉൾപ്പെടെ സ്ഥലത്തു നിന്ന് ആളുകൾ വന്നു. പക്ഷേ ഇവരെയൊക്കെ അകത്തേക്ക് കയറ്റി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ആ സ്പൈസിന്റെ ആളുകൾ വന്ന് പറയുന്നു, നിങ്ങൾ പുറത്തേക്ക് പോകണം, നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ അനുവദിക്കില്ല എന്നാണ് പറയുന്നത്. അതോടുകൂടിയാണ് യാത്രക്കാർ, ഞങ്ങൾ ഒരു 20ഓളം ആളുകൾ അകത്തും അതിന് ഇരട്ടി ആളുകൾ തന്നെ പുറത്തു നിൽക്കണം. അവിടെ ഉള്ളവർക്ക് ഇപ്പോൾ കയറ്റിവിടാത്ത ഒരു അവസ്ഥയുണ്ട്. ഇവർക്ക് യാതൊരു ഉത്തരവാദിത്വം നമ്മളെടുത്ത് കാണിക്കുന്നില്ല എന്നാണ് ഏറ്റവും ഖേദകരമായ കാര്യം. ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങൾ ഫ്ലൈറ്റ് ഇല്ലെങ്കിൽ എന്താണ് കാരണമെന്ന് ചോദിക്കാൻ പറയുന്നില്ല. 12:30 മണിക്ക് ഡൽഹിയിൽ നിന്നും ഒരു ഫ്ലൈറ്റ് വരാനുണ്ട്. അത് വന്നാൽ മാത്രമേ ഈ തിരിച്ച് ഫ്ലൈറ്റ് പോകാൻ പറ്റുള്ളൂ എന്നാണ് ഇവർ നമ്മുടെ അടുത്ത് പറയുന്നത്. പക്ഷേ അത് വരുമോ ഇല്ലോ എന്നുള്ള ഉറപ്പ് വരാനും ഇവർക്ക് ആർക്കും കഴിയുന്നില്ല. 2 സ്റ്റാഫുകൾ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അവരുടെ മേലുദ്യോഗസ്ഥർ ആരും ഇവിടെ ഇല്ല എന്നതാണ് ഏറ്റവും ഖേദകരമായ ഒരു സംഭവം. എന്തായാലും വളരെ ബുദ്ധിമുട്ടാണ്. പല യാത്രക്കാരും ഇപ്പോൾ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ഇപ്പോൾ എന്നോടൊപ്പം, ഞാൻ ആ ഒരു സ്ത്രീ ഉൾപ്പെടെയുള്ള യാത്രക്കാരുണ്ട്, അവർക്കും കൂടെ അവർക്കും കാര്യങ്ങൾ പറയാനുണ്ടാകും. തീർച്ചയായിട്ടും ഞാൻ അവർക്ക് കൊടുക്കാം. നമ്മളിവിടെ കുറെ നേരമായിട്ട് ഇത് വെയിറ്റ് ചെയ്യുന്നത്. പിന്നെ ഇത് നമുക്ക് മുൻകൂട്ടി ഇത് നമുക്ക് മെയിലിൽ ചെയ്യോ അങ്ങനെ ഒന്നും അവർ ചെയ്തിട്ടില്ല. അപ്പൊ നമ്മളിങ്ങനെ എന്താ പറയാ, നമ്മളെ ഉള്ളിലോട്ട് കയറ്റിയിട്ട് നമ്മളോട് അവർ പെട്ടെന്ന് പറയുക നമ്മളെ ഇറങ്ങിപ്പോവാൻ, അതും ഷൗട്ട് ചെയ്യുന്ന രീതിയിൽ. ഇനിയിപ്പോൾ എപ്പോൾ ഫ്ലൈറ്റ് പുറപ്പെടും എന്നും ആ സ്റ്റാഫ് പറയുന്നില്ല അല്ലേ? പറയുന്നില്ല. നമുക്ക് കൺഫേം ആക്കി അവർ തരുന്നുമില്ല. നമ്മൾ പോവാൻ പറഞ്ഞാൽ നമ്മൾ എവിടെയാണ് പോകുന്നത്? നമ്മളെല്ലാരും ഓരോ സ്ഥലത്തേക്ക് ഡ്യൂട്ടിക്ക് കയറേണ്ടവരാണ്. അത് നാളെ മറ്റന്നാളും ഒക്കെ ആയിട്ട്. അപ്പൊ നമുക്ക് പഞ്ച് ചെയ്യുന്ന സംവിധാനമാണ് അവിടെ ഉള്ളത്. നമ്മുടെ ജോബ് പോലും പോവും. അവര് വളരെ 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 സില്ലിയായിട്ട് അവര് വന്നിട്ട് പറയുന്നു, നമ്മുടെ അടുത്ത് ഇറങ്ങിപ്പോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ഈ ഹൈദരലി ഇവിടെ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഇവിടെ അത്രയധികം വിഷമത്തോടെ അവര് പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെ നിൽക്കാനേ പറ്റുള്ളായിരുന്നു. ഇത് കന്യാകുമാരിയിൽ നിന്ന്, കോട്ടയത്തു നിന്നൊക്കെ വന്ന ഒരുപാട് മനുഷ്യരാണ് ഇവിടെ ഉള്ളത്. മനസ്സിലായി. വളരെ നന്ദി ഞങ്ങളോടൊപ്പം ഈ സമയം ചേർന്നതിന്. എന്തായാലും നിങ്ങളുടെ പ്രതിഷേധം മനസ്സിലാക്കുന്നു. സ്വാഭാവികമാണ്. പലവിധ ആവശ്യങ്ങൾക്കായി, ജോലി ആവശ്യത്തിനും മറ്റുമായിട്ടും ഒക്കെ എല്ലാവരും ബുക്ക് ചെയ്തതാണ് ഫ്ലൈറ്റ്. പക്ഷേ കൃത്യസമയത്ത് അവിടെ എത്തിയപ്പോൾ ഫ്ലൈറ്റ് ഇല്ല എന്ന് പറയുന്നു. എങ്കിൽ എപ്പോൾ പിന്നീട് പുറപ്പെടും എന്നതിനെക്കുറിച്ചും ഒരു വിവരവും അവർക്ക് കൈമാറുന്നില്ല എന്ന് മാത്രമല്ല, വളരെ ധാർഷ്ട്യത്തോടു കൂടി ആ സ്റ്റാഫുകൾ അവരോട് വിമാനത്താവളത്തിൽ നിന്ന് ഇറങ്ങി പോകാൻ വരെ ആവശ്യപ്പെടുകയാണ്. സ്പൈസ് ജെറ്റിന്റെ ഭാഗത്ത് നിന്ന് ഇത് ആദ്യത്തെ സംഭവമല്ല എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നിരന്തരമായി ഇത്തരത്തിലുള്ള വീഴ്ചകൾ സ്പൈസ് ജെറ്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, നേരത്തെ സിയാല് നോട്ടീസ് വരെ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സ്പൈസ് ജെറ്റിനെതിരെ. വീണ്ടും എന്നിട്ടും ആ വീഴ്ചകൾ ആവർത്തിക്കുകയാണ്. ഇപ്പോൾ യാത്രക്കാർ എന്ത് ചെയ്യണമെന്നറിയാതെ വിമാനത്താവളത്തിൽ തന്നെ തുടരുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. നിതിൻ സേവ്യറാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.